മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ബെറ്റു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ ഗലാത്യ 2-ാം അധ്യായത്തിലെ 25ഓളം ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് നേരിട്ട് നമ്മുടെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഗലാത്യ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻസ്: എ. അപ്പസ്തോലനാകാനുള്ള വിളി, ബി. അഭിപ്രായ ഭിന്നത, സി. വിശ്വാസത്തിലൂടെ നീതീകരണം. ഉത്തരം സി. വിശ്വാസത്തിലൂടെ നീതീകരണം. 2. പൗലോസ് ജെറുസലേമിലേക്ക് വീണ്ടും പോയത് എത്ര വർഷത്തിന് ശേഷമാണ്? ഓപ്ഷൻസ്: എ. 15 വർഷങ്ങൾക്ക് ശേഷം, ബി. 13 വർഷങ്ങൾക്ക് ശേഷം, സി. 14 വർഷങ്ങൾക്ക് ശേഷം. ഉത്തരം സി. 14 വർഷങ്ങൾക്ക് ശേഷം. 3. വീണ്ടും ജെറുസലേമിലേക്ക് പോയ പൗലോസിനോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ്: എ. യാക്കോബും യോഹന്നാനും, ബി. കേപ്പായും യോഹന്നാനും, സി. ബർണബാസും തിത്തോസും. ഉത്തരം സി. ബർണബാസും തിത്തോസും. 4. പൗലോസ് വീണ്ടും ജെറുസലേമിലേക്ക് പോയത് എന്തനുസരിച്ചായിരുന്നു? ഓപ്ഷൻസ്: എ. നിയമമനുസരിച്ച്, ബി. വെളിപാടനുസരിച്ച്, സി. സുവിശേഷമനുസരിച്ച്. ഉത്തരം വെളിപാടനുസരിച്ച്, ബി. 5-ാമത്തെ ചോദ്യം: പൗലോസ് വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ജെറുസലേമിൽ ആരുടെ മുമ്പിലാണ് സ്വകാര്യമായി അവതരിപ്പിച്ചത്? ഓപ്ഷൻസ്: എ. അവിടുത്തെ പുരോഹിതരുടെ മുമ്പിൽ, ബി. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ, സി. അവിടുത്തെ പ്രധാന പുരോഹിതരുടെ മുമ്പിൽ. ഉത്തരം ബി. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ. 6. പൗലോസിനോടൊപ്പമുണ്ടായിരുന്ന തിത്തോസ് എവിടുത്തുകാരനായിരുന്നു? ഓപ്ഷൻസ്: എ. ജെറുസലേംകാരൻ, ബി. ഗ്രീക്കുകാരൻ, സി. സിറിയക്കാരൻ. ഉത്തരം ബി. ഗ്രീക്കുകാരൻ. 7-ാമത്തെ ചോദ്യം: ഗലാത്യ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ. 25, ബി. 24, സി. 21. ഉത്തരം സി. 21. 8. പത്രോസിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷം ആർക്ക് വേണ്ടിയുള്ളതാണ്? ഓപ്ഷൻസ്: എ. പരിച്ഛേദിതർക്ക്, ബി. അപരിച്ഛേദിതർക്ക്, സി. ജെറുസലേംകാർക്ക്. ഉത്തരം എ. പരിച്ഛേദിതർക്ക്. 9-ാമത്തെ ചോദ്യം: പത്രോസിനും പൗലോസിനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ. പത്രോസിന് അപരിച്ഛേദിതരുടെ സുവിശേഷവും പൗലോസിന് പരിച്ഛേദിതർക്കുള്ള സുവിശേഷവും, ബി. പത്രോസിന് പരിച്ഛേദിതർക്കുള്ള സുവിശേഷവും പൗലോസിന് അപരിച്ഛേദിതർക്കുള്ള സുവിശേഷവും, സി. പത്രോസിനും പൗലോസിനും പരിച്ഛേദിതർക്കുള്ള സുവിശേഷം. ഉത്തരം ബി. പത്രോസിന് പരിച്ഛേദിതർക്കുള്ള സുവിശേഷവും പൗലോസിന് അപരിച്ഛേദിതർക്കുള്ള സുവിശേഷവും. 10-ാമത്തെ ചോദ്യം: പൗലോസിനും ബർണബാസിനും തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിയത് ആരൊക്കെയായിരുന്നു? ഓപ്ഷൻസ്: എ. യാക്കോബ്, യോഹന്നാൻ, തിത്തോസ്, ബി. യോഹന്നാൻ, കേപ്പ, സി. യോഹന്നാൻ, കേപ്പ, യാക്കോബ്. ഉത്തരം സി. യോഹന്നാൻ, കേപ്പ, യാക്കോബ്. 11-ാമത്തെ ചോദ്യം: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻസ്: എ. 2:16, ബി. 2:18, സി. 2:20. ഉത്തരം സി. 2:20. 12. സഭയിൽ നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻസ്: എ. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, ബി. പത്രോസ്, പൗലോസ്, യാക്കോബ്, സി. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ഉത്തരം സി. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. 13-ാമത്തെ ചോദ്യം: വിജാതിയരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച പൗലോസിനോട് മൂവർ കൊടുത്ത അഭ്യർത്ഥന എന്തായിരുന്നു? ഓപ്ഷൻസ്: എ. വിജാതിയരെപ്പറ്റി ചിന്ത വേണം, ബി. കർത്താവിനെപ്പറ്റി ചിന്ത വേണം, സി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ഉത്തരം സി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. 14. 2-ാം അധ്യായത്തിലെ 1-ാമത്തെ തലക്കെട്ട്. ഓപ്ഷൻസ്: എ. 1:11, ബി. 1:10, സി. 1:12. ഉത്തരം ബി.
1:10. 15-ാമത്തെ ചോദ്യം, കേപ്പ ഡാഷ് വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു. ഓപ്ഷൻസ്: എ യൂദായിൽ, ബി അന്ത്യോക്യായിൽ, സി ജെറുസലേമിൽ. ഉത്തരം ബി അന്ത്യോക്യായിൽ. 16-ാമത്തെ ചോദ്യം, ഡാഷ് വഴിയല്ല ക്രിസ്തുവിലുള്ള ഡാഷ് വഴി ശീലീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്. ഓപ്ഷൻസ്: എ നിയമാനുഷ്ഠാനം സ്നേഹം, ബി നിയമാനുഷ്ഠാനം വിശ്വാസം, സി നിയമാനുഷ്ഠാനം രക്ഷ. ഉത്തരം ബി നിയമാനുഷ്ഠാനം വിശ്വാസം. 17-ാമത്തെ ചോദ്യം, 2-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളാണ് ഉള്ളത്? ഓപ്ഷൻസ്: എ 3, ബി 2, സി 4. ഉത്തരം എ 3. 18. യഹൂദനായ നീ യഹൂദനെ പോലെ അല്ല വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതീയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ പത്രോസ് യോഹന്നാനോട്, ബി പൗലോസ് കേപ്പായോട്, സി പത്രോസ് പൗലോസിനോട്. ഉത്തരം ബി പൗലോസ് കേപ്പായോട്. 19-ാമത്തെ ചോദ്യം, എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. വാക്യം എഴുതുക. ഓപ്ഷൻസ്: എ 2:17, ബി 2:21, സി 2:19. ഉത്തരം സി 2:19. 20-ാമത്തെ ചോദ്യം, ഇത് ഞാൻ ഓടുന്നതും ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ആര്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി പൗലോസ്, സി യോഹന്നാൻ. ഉത്തരം ബി പൗലോസ്. 21-ാമത്തെ ചോദ്യം, നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ ഡാഷ് നീതീകരണമില്ല. ഓപ്ഷൻസ്: എ പീഡാസഹനത്തിന്, ബി ഉയർപ്പിന്, സി മരണത്തിന്. ഉത്തരം സി മരണത്തിന്. 22-ാമത്തെ ചോദ്യം, ഗലാത്യ 2-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ടിൻ്റെ വാക്യം എന്ത്? ഓപ്ഷൻസ്: എ 2:16-21, 2:15-21, 2:14-21. ഉത്തരം ബി അധ്യായം 2:15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 23-ാമത്തെ ചോദ്യം, അവരുടെ കാപട്യത്താൽ ഡാഷ് പോലും വഴിതെറ്റിക്കപ്പെട്ടു. ഉത്തരം ഓപ്ഷൻസ്: എ യാക്കോബ്, ബി തീത്തോസ്, സി ബർണബാസ്. ഉത്തരം സി ബർണബാസ്. 24-ാമത്തെ ചോദ്യം, ഗലാത്യ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? ഓപ്ഷൻസ്: വിശ്വാസത്തിലൂടെ നീതീകരണം, ബി മറ്റൊരു സുവിശേഷമില്ല, സി അഭിപ്രായ ഭിന്നത. ഉത്തരം സി അഭിപ്രായ ഭിന്നത. 25-ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. കേപ്പ അന്ത്യോക്യായിൽ ആരോടൊപ്പമാണ് ഭക്ഷിച്ചത്? ഓപ്ഷൻസ്: എ വിജാതീയരോട്, ബി യഹൂദരോട്, സി യാക്കോബിനോട്. ഉത്തരം ഓപ്ഷൻസ് എ വിജാതീയരോട്. താങ്ക് യു.